ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് മെൽബൺ വരെ ഒരു റോഡ് ട്രിപ്പ് പോയിരുന്നു. ലോങ് വീക്കെൻഡിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. ഞങ്ങൾ പോയ വഴിയിൽ തന്നെ ഒരു ചെറിയൊരു കഫേയിൽ കയറി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാവരും ഭയങ്കര വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 5 മണിയായപ്പം ഡ്രൈവ് തുടങ്ങിയതാണ്. ഞങ്ങൾ തലേദിവസം രാത്രിയിലെത്തി ഒരു എയർബിഎൻബി എടുത്ത് അവിടെ താമസിച്ചു. എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിയായപ്പോൾ എല്ലാവരും ഇറങ്ങി. നമ്മൾ നേരത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം കിട്ടുമെന്നുള്ള പ്ലാനിലായിരുന്നു. ഞങ്ങളെല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ മൗണ്ട് ബുള്ളറിൽ ആദ്യമായിട്ട് സ്നോ കാണാനായിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചിലോട്ടൊക്കെ കയറി പോകുന്ന പോലെ ഇങ്ങനെ നല്ല കയറ്റമാണ്. അപ്പോൾ മുകളിൽ നിന്നും താഴോട്ട് തിരിച്ചിറങ്ങി വരുന്ന വണ്ടികളും ഉണ്ട്. അപ്പോൾ സ്പേസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മല കയറി ഇങ്ങനെ പോകും തോറും നമുക്ക് പതുക്കെ സ്നോ കണ്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എന്തോ വേറൊരു ലോകത്ത് ചെന്ന പോലെ ഒരു ഫീലായിരുന്നു നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൂടെ ഉണ്ടായിരുന്ന മിക്കവരും ആദ്യമായിട്ടായിരുന്നു സ്നോ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരേ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ പിള്ളേരൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് അത് ഇരട്ടിയായി. അപ്പം നമ്മൾ ഈ സ്നോയിൽ എത്രത്തോളം സ്നോ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറി പോകുന്നതിന് മുന്നേ നമുക്ക് വണ്ടിയിൽ ചെയിൻ ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മൾ ഷുവറായിട്ടും അത് ചെയിൻ നമ്മൾ ക്യാരി ചെയ്യണം. അത് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്നോയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇടാൻ പാകത്തിനുള്ള ക്ലോത്ത്സും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു പാക്കായിട്ടും കിട്ടും. അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ഷൂസ് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ. അതുപോലെ വാട്ടർ പ്രൂഫും സ്നോ പ്രൂഫായിട്ടുള്ള പാൻസ്, ജാക്കറ്റ്സ് എല്ലാം നമുക്ക് കിട്ടും. അതുപോലെ തീരെ ചെറിയ പിള്ളേർക്കാണെങ്കിൽ ഫുൾ സ്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് റെൻ്റ് എടുക്കാൻ പറ്റും. മൗണ്ട് ബുള്ളറിൻ്റെ ടോപ്പിലെത്തുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് മുൻകൂട്ടി നമ്മൾ പാർക്കിംഗ് സ്ലോട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും ഓരോ ബസ്സിൽ കയറിയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ചെന്ന സമയം ഭയങ്കര പീക്ക് ടൈം ആയതുകൊണ്ട്, അതുപോലെ തന്നെ പിള്ളേരുടെ സ്കൂൾ വെക്കേഷൻ ടൈം കൂടി ആയിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ബസ്സിൽ മുകളിലോട്ട് കയറി പോകുന്ന ബസ്സിലെല്ലാം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. ഇത് പിള്ളേർക്കും ഒക്കെ ഇത് ചെയ്യാനായിട്ട് സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റിയൊരു ചെറിയൊരു സംഭവമായിരുന്നു. എല്ലാം ഞങ്ങൾ ബസ്സിൽ പോയ വഴിക്കാണ് കണ്ടത്. നമുക്ക് എല്ലാം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ വണ്ടിക്കിടാനുള്ള ചെയിൻ റെൻറ്റിനെടുക്കാനും പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും പിന്നെ ഡ്രസ്സ് റെൻ്റ് ഔട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ സമയം പോയി. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ ടോപ്പിലെത്തി. ഇത് കണ്ടോ, നല്ല തിരക്ക്, ജനത്തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കായിരുന്നു. എല്ലായിടത്തും നിറയെ ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പോഴേക്കും ഓൾമോസ്റ്റ് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഭയങ്കര വലിയ കാറ്റോ തണുപ്പോ അല്ലെങ്കിൽ സ്നോഫോളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പും പിന്നെ അത്യാവശ്യം നമുക്ക് കാണാൻ പാകത്തിനുള്ള സ്നോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ മസ്റ്റായിട്ടും കരുതേണ്ടത് നല്ലൊരു ഷൂസ്, കവേർഡ് ഷൂസ്, നല്ലൊരു ജാക്കറ്റ്, പിന്നെ അതുപോലെ വേണ്ടത് ഗ്ലൗസ് ഇല്ലെങ്കിൽ നമ്മുടെ ഇടപാട് തീരും. അതുപോലത്തെ നമുക്ക് കൈക്കൊക്കെ മരച്ച് കയറിയിട്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെങ്കിലും പോകുമ്പോൾ മസ്റ്റായിട്ടും നമ്മൾ ഗ്ലൗസും ഷൂസും പ്രോപ്പറായിട്ടുള്ളത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ഇരുട്ടി വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള കാഴ്ചകളാണിത്. പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു സ്നോ ബോൾ ഉണ്ടാക്കുന്ന ഒരു ടോയ് പോലത്തെ ഒരു സാധനം വാങ്ങിയിരുന്നു. അത് വെച്ച് പിള്ളേർ സ്നോ ഇങ്ങനെ
എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി നമുക്കിങ്ങനെ സ്നോ വാരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നോ അല്ലായിരുന്നു, കുറച്ച് തിക്ക് ഹാർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്നോമാൻ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. ചെറിയൊരു സ്നോമാനെ ഞങ്ങളതിനിടയ്ക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും പല വഴിക്ക് ചിന്നിച്ചെതറിയൊക്കെ പോയായിരുന്നു ഓരോ വഴിയിലേക്ക്. എന്നിട്ട് പിന്നെ തിരിച്ചു പോകാറായപ്പോഴത്തേക്കും എല്ലാവരും വീണ്ടും കാണുകയായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്കുള്ള ഹോട്ടൽസും താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെയുള്ള ഏരിയയാണ് ഈ കാണുന്നത്. അവിടെ എല്ലാം ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളിലെല്ലാം ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീലായിരുന്നു. നമ്മൾ വേറെ എവിടെയോ ചെന്ന പോലെ തോന്നി. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് എല്ലാ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും ജസ്റ്റ് അതിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്നിട്ടൊരു ഷോട്ട് എടുത്തതാണിത്. പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ ട്രിപ്പായിരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും ഒരിക്കലും ഇതൊക്കെ വെൽ പ്ലാൻഡായിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണാനായിട്ടൊക്കെ പോകണമെന്നാണ് ആഗ്രഹം. ഇവിടെ തന്നെ ചെയർ ലിഫ്റ്റുകളും ഉണ്ട്. സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നമുക്കതിനെപ്പറ്റിയൊന്നും വലിയ പിടിപാടില്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ ടോപ്പിലോട്ടൊന്നും കയറിപ്പോയില്ല. ഈ കാണുന്നത് ഷട്ടിൽ ബസ് സർവീസ് തിരിച്ച് പാർക്കിങ്ങിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ നീണ്ടു നിരന്ന ക്യൂ ആയിരുന്നു.